ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുബീസ് ഫ്യൂഷൻ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മളൊരു സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു കോർണിട്ടുള്ള സാൻഡ്വിച്ചാണ്. ഇവിടെ ഞാൻ കോർണും ബട്ടാനയും കൂടെ വേവിച്ചതാണ്. ഒരു മൊത്തം കോർണുണ്ട്, കുറച്ച് ബട്ടാനയും കൂടെ ഉണ്ട്. ഒരു കപ്പ് ബട്ടാനകൾ വേവിച്ചത്, ഉപ്പിട്ടാണ് വേവിച്ചത്. ഒരു 7-8 കിഴങ്ങും ഒരു ക്യാരറ്റിൻ്റെ പീസും കൂടെ വേവിച്ചത്, അത് ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി നമ്മൾ ഈ കോണൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കോണും ബട്ടാനയും കൂടെ അരച്ചതാണ്. ഇനി കിഴങ്ങ് പുഴുങ്ങി വെച്ചതും അതും കൂടെ നമ്മളൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. കിഴങ്ങും ബട്ടാനയും കോണും ക്യാരറ്റും കൂടെ. നിങ്ങളുടെ കയ്യിൽ വേറെ എന്ത് വെജിറ്റബിൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളിടാം. ആദ്യം കുറച്ച് ഉപ്പിട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത്, ഒരു 1.5 ടീസ്പൂൺ അളവ് മുളക് പൊടിയും കൂടെ ചേർത്തു. ഇനി കുറച്ച് ചാട്ട് മസാലയും കൂടെ ചേർക്കാം. വട്ടാന കുറച്ച് അരച്ചതും കുറച്ച് ബാക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബാക്കി വെച്ചിരിക്കുന്നതാണിത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സാക്കാം. നമുക്ക് ബ്രെഡിനകത്ത് വയ്ക്കുമ്പം അത് നല്ല രീതിയിൽ മിക്സ് ആവണം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത്, പിന്നെ ഒരു 5-6 പച്ചമുളകും കൂടെ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ നമ്മൾ കുറച്ച് നെയ്യും കൂടെ തേച്ച് 4 ബ്രെഡും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു സൈഡൊന്ന് ആകുമ്പോഴത്തേക്ക് അതിനെ മറിച്ചിട്ടിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഈ മസാല ഉണ്ടാക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം. കിഴങ്ങിൻ്റെ മസാലയും കൂടെ ചേർക്കാം. നിങ്ങളുടെ ഈ ചട്നി ഉണ്ടെങ്കിൽ ആ ചട്നി നമുക്ക് അടുത്ത മറ്റേ ബാച്ചിലോട്ടും കൂടെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ ചട്നി ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ മുകളിലേക്ക് വയ്ക്കാം. പിന്നെ ഒരു തക്കാളി വേണേലും ഇതുപോലെ അരിഞ്ഞിട്ട് ഇതുപോലെ മുകളിലേക്ക് വയ്ക്കാവുന്നതാണ്. ഇത് നല്ലതുപോലെ ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്തിട്ട് ഈ ബ്രെഡിൻ്റെ അടുത്ത പീസ് എടുത്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു ബ്രെഡിൻ്റെ പീസിൽ മാത്രമേ ഞാൻ സവാള വെച്ചിട്ടുള്ളൂ. ഇതിൽ ഞാൻ വെച്ചിട്ടില്ല. കാരണം സവാള ഇച്ചിരി കടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് സവാള ഞാൻ വെക്കുന്നില്ല. അതില്ലാതെ ഇനി ഇതൊന്ന് അമർത്തിയിട്ട് 2 സൈഡിലോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ചൂടാക്കി വെച്ചും ചൂടാക്കുമ്പോഴത്തേക്ക് അത് റെഡിയാവും. കുറച്ച് നെയ്യൊന്ന് മേലോട്ടോ സൈഡിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ അമർത്തി കൊടുക്കണം ബ്രെഡിന്. എന്നിട്ട് തിരിച്ചിടാം. 2 സൈഡ് നല്ലതുപോലെ ആയി കഴിയുമ്പോൾ നമുക്കിതിനെ മറിച്ചിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. കോർണും ബട്ടാനയും കിഴങ്ങും സവാളയും തക്കാളിയും ക്യാരറ്റും പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾ വേണേലും നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് ഇതുപോലെ നല്ലൊരു ഹെൽത്തി സ്നാക്കായിട്ട് എടുക്കാവുന്നതാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുമാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ കോൺ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സ്നാക്കായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട്. ഇനിയും മുൻപോട്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.